എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ഒരു ചിരപുരാതനത്വമുണ്ട്, അതേസമയം നിത്യനൂതനത്വമുണ്ട്. ചിരപുരാതനം എന്ന് പറയുന്നത് ഉടമ്പടി ബൈ പ്രിൻസിപ്പിൾ, അത് ദൈവദത്തമായ കാലത്ത് ഏണ്ട് എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റുള്ളതാണ്, വർക്കൗട്ട് ചെയ്യാനാണ്. ദൈവം എന്തെങ്കിലും ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ ഉടമ്പടി ബേസിൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിഷയം കനക്കുമ്പോൾ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഭാരം വെക്കുമ്പോൾ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് വരിക. ഇത് മരിയൻ ഉടമ്പടിയാണ്, അതുകൊണ്ട് പോപ്പുലർ മരിയൻ ഉടമ്പടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്താണ്, ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞത്, ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയാണ്, എന്നുവെച്ചാൽ ഉടമ്പടി മാതാവാണ്, അവരാണ് ഉടമ്പടി മാതാവ്. ഇതാ കർത്താവിന് ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏതറ്റം വരെ സ്വന്തം മകൻ്റെ കൊലച്ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് പോലും ദൈവത്തിൻ്റെ വചനം പാലിച്ച ആളാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ പിതാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പിതാവ് ചോദിച്ചു, വാട്ട് ഈസ് യുവർ മിഷൻ, നിങ്ങളുടെ മിഷൻ എന്താ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, അത് ഞങ്ങളെ കോൺസെക്രേഷൻ ഓഫ് ദോസ് ഹു ആർ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. അതായത് ഞങ്ങൾക്ക് കോൺസെക്രേഷൻ ലൈഫുണ്ട്, അച്ഛന്മാർക്ക് കോൺസെക്രേഷൻ്റെ ലൈഫാണ്, സിസ്റ്റേഴ്സിന് കോൺസെക്രേറ്റഡ് ലൈഫാണ്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി സാക്ഷ്യപ്പെട്ട് ജീവിച്ചുകൊള്ളാവുന്ന ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ് ആണ്, നോട്ട് കാത്തലിക്സ്, നോട്ട് ഓൺലി കാത്തലിക്സ്. കാത്തലിക്സ് മാത്രമല്ല, നോൺ കാത്തലിക്സ് മാത്രമല്ല, ഹോൾ ക്രൈസ്റ്റ് ഹോണർ, ക്രൈസ്റ്റിനെ രക്ഷകനായിട്ട് മനസ്സിൽ ഹോണർ ചെയ്യുന്ന എല്ലാവരെയും കോൺസെക്രേറ്റ് ചെയ്യുക. അവർക്കൊരു കോൺസെക്രേറ്റ് ലൈഫ്, അവർക്ക് വിശുദ്ധ ജീവിതം, ഐക്യ ജീവിതം, സാക്ഷ്യ ജീവിതം പ്രദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അങ്ങനെ കേരള സഭയിൽ, ലോകസഭയിൽ അങ്ങനെ ഒരു മിഷൻ ഇല്ല. ശരിക്കും പ്രീച്ചിങ്ങൊക്കെ ഉണ്ട്, ഇവാഞ്ചലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അതായത് ക്രൈസ്റ്റ് ഹോണറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺസിനെ എങ്ങനെയാണ് കോൺസെക്രേറ്റ് ചെയ്യുക, വചനാധിഷ്ഠിതമായി കോൺസെക്രേറ്റ് ചെയ്തിട്ട് അവരെ വചനത്തിൻ്റെ വിത്തിൻ നോ ടൈം അവരെ സാക്ഷികളാക്കി മാറ്റുന്ന ഭയങ്കരമായ ഒരു സംഭവമാണ് ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മനുഷ്യൻ കോൺസെക്രേറ്റ് ചെയ്യണത്? കോൺസെക്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യും, ശക്തീകരിക്കുകയും ചെയ്യും. ഒരേ സമയത്ത് തന്നെ മനുഷ്യൻ വിശുദ്ധീകരിക്കുമ്പോഴും ശക്തീകരിക്കുമ്പോഴും അവൻ എന്തായിട്ട് മാറും? അവന് ഒരു മനുഷ്യൻ ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കണത്? വിശുദ്ധീകരിക്കുകയും ചെയ്യും, അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ശക്തീകരിക്കാൻ നമുക്കെന്ത് പറ്റും? അധികാരവും ബലവും ഉണ്ടാകും. അധികാരവും ബലവും ബൈബിളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും. സത്താനെപ്പോലും അവൻ ശാസിച്ച് മാറ്റുമ്പോൾ ജനങ്ങളുടെ കമൻ്റ് അതാണ്. ലൂക്കാന്റെ സുവിശേഷം 4:36 എടുത്ത്, എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അധികാരത്തോടും ശക്തിയോടും കൂടി കൽപ്പിക്കുകയും, അപ്പം വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും. ഇത് ഒരു ഫ്രഷ് ഹാൻഡ്സിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും. ആത്മീയ അധികാരം ഉണ്ടാകും. ഒരു പുതിയ, ഇപ്പം നിങ്ങളൊരു ഉടമ്പടി എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ, പക്ഷേ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, അവിശ്വസ്തത കാണിച്ചാൽ ചിതറിപ്പോകും. നമ്മൾ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന്. ബൈബിളിൽ 2 ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല. ഒന്നെങ്കിൽ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം. 2 ഉള്ളൂ. അപ്പോൾ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ നെഹെമ്യ
നെഹ്മ്യ എന്തുകൊണ്ടാണ് അവിടെ ചിതറിപ്പോയെന്ന് പറയുന്നുണ്ട്. നെഹ്മ്യ 1:8 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. നെഹമ്യ 1:8 അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. പ്രശ്നം അതാണ്. ചേർന്ന് നമുക്ക് രണ്ട് ദൈവമായിട്ടുള്ള ഇടപാടിൽ രണ്ട് സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം. എംപവറിങ്ങിന്, സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനൻ്റൽ ബേസുള്ള എംപവറിങ് ആണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കണത്. നമ്മളിങ്ങനെ അംബിഗസായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലെക്ക് അനുസരിച്ച് പോണതല്ലേ. അങ്ങനെയല്ല. ഇത് ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ്. 2+2 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും 3.99 ഒന്നുമല്ല, അത് 4 അത് തന്നെയായിരിക്കും. കവനൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ്. അപ്പം നമ്മൾ കവനിൽ എന്താ ചെയ്യണത്, എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും. ഇപ്പം ഇന്നലെ മെർലിൻ ജോയി എന്നും പറഞ്ഞൊരു മോള്, ഈ ഉടമ്പടി യുവതയുടെ ആഘോഷമാണ്. ശരിക്കും യുവതയുടെ ആത്മീയ ആഘോഷം. അത് കൃപാസനത്തിൽ വന്ന് കാണേണ്ട കാഴ്ചയാണ്. എല്ലാവരും തന്നെ 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ 6 പേരും ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കും. അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ട ഞെട്ടിപ്പോവും. 60 വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് ഈ 20 വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ. ഇന്നലെ ശ്രീജ ജോയ്, മെർലിൻ ജോയ് എന്ന് പറയുന്ന MSc കാര്യത്തിൽ പറഞ്ഞിരിക്കണത്, അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുകയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അതാണ് ആൾക്കാരുടെ ഒരു ടീച്ചിങ് ഉണ്ടായത്. ഇപ്പം മെർലിൻ ജോയ് പറയണത്, എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പോൾ ചേർന്ന് നിൽക്കാനാണെന്ന്. അയ്യോ, എന്നാ ഒരു വർത്തമാനാ. അപ്പോൾ അവൾ പറയും, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉടമ്പടിയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പഠിപ്പിച്ച ഉടമ്പടിയാണ്. ഇപ്പം ഞാൻ +2-ലാണ് വേദപാഠം പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന വിശ്വസ്തയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എല്ലാം ഉടമ്പടിയാണ്. ഉടമ്പടി ജീവിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ സീറോ മലബാർ സഭയിൽ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉടമ്പടിയുടെ വേദപാഠവും 12ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിശ്വസ്ത വേദപാഠവും മെർലിൻ പറയണത് ഇൻ്റർകണക്റ്റഡ് ആണത്. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഉടമ്പടിയാണ്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം മെർലിന് സുന്ദരമായിട്ട് പറയാൻ കാര്യം, ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഒരച്ഛനുമാകാതെ കന്യാസ്ത്രീയുമാകാതെ അവർ ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞ പിതാവിനോട്, ഹോൾ കോൺസെക്രേറ്റഡ് ലൈഫ് ഓഫ് ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. ക്രൈസ്റ്റിനെ ഹോണർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിശുദ്ധ ചേർന്ന നിൽപ്പിൻ്റെ ജീവിതം. ഇവർ പറയുന്ന അവതരിപ്പിക്കുന്ന രീതി അതാണ്. എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, തളരുമ്പോൾ ചാരി നിൽക്കാൻ ഒരാൾ, അതാണ് എൻ്റെ ദൈവം. തളരുമ്പോൾ ചാരി നിൽക്കാൻ. അത് എന്താ വല്ലാത്ത വെച്ചാൽ, അപ്പോൾ അത് തളർന്നു കഴിഞ്ഞാൽ ചാരി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്, അതിന് വിശ്വസ്തതയാണ് നമുക്ക് ആവശ്യം. ചിതറിപ്പോകാം, ചേർന്ന് നിൽക്കാം. ഉടമ്പടിയിലുണ്ടാകുന്ന നമ്മുടെ കയ്യിലാണ് എൻ്റെ താക്കോല് മൊത്തം ഇരിക്കുന്നത്. നമ്മൾക്ക് അവിശ്വസ്തത കാണിച്ചപ്പോൾ നെഹമ്യ 8 എന്താ പറയണത്, 1:8 എന്താ പറയണത്, നിങ്ങൾ ചിതറിപ്പോയി. കാരണം എന്താണ്, എന്നോട് നിങ്ങൾ ചേർന്ന് നിന്നില്ല, അവിശ്വസ്തത കാണിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിയിലൂടെ അങ്ങയുടെ വചനത്തോടെ അത് പാലിച്ചുകൊണ്ട് വിശ്വസ്തത കാട്ടി ചേർന്ന് നിന്നുകൊണ്ട് ബലം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, പരമദിവ്യകാരണത്തിന് അതായത് കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങളല്ലേ. ഈ മനുഷ്യബന്ധങ്ങൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമാണ്. ഇപ്പം മൂഡ് ഔട്ട് എന്നൊക്കെ പറയുക, മൂഡ് ഇൻ, മൂഡ് ഔട്ട്, മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. രാവിലെ ഉണ്ടാകുന്ന ഒരു ആംബിയൻസ് അല്ല, വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ്. ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ
നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡേലിറ്റിക്ക് അറിയാവുന്നത്. പക്ഷേ ദൈവവുമായിട്ടുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മൂഡ് സ്വിങ്സ് ഉണ്ടായാലും ദൈവത്തിന് അത് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയണത്, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. 2 തിമോഥെയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അവന് സാധ്യമല്ല. ഇതാണ് സദ്വാർത്ത. ഇങ്ങനെയുള്ള 3 ലക്ഷത്തോളം വാക്കുകളാണ് ബൈബിളിലുള്ളത്. ബൈബിൾ ആകത്തുക, ബൈബിള് വായിച്ചാൽ ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തറയപ്പിതാവിൻ്റെ പ്രശ്നം കേട്ടില്ലേ? അതായത് ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ്. പിതാവ് പറയണത് നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല. ബൈബിളിന് ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങൾ വിശ്വസ്ത പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും. ഇപ്പോൾ വേദപാഠം തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ, കാര്യം മനുഷ്യൻ്റെ വചനത്തെക്കാളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്രില്യൻസാണ് പലപ്പോഴും വേദപാഠങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് തീഷ്ണതയില്ലാത്തത്. തീഷ്ണത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാഞ്ചലിക് ആയിരിക്കണം. കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണത്? ഇവൻ്റെ വചനം. ഇപ്പം 4:36 നമ്മൾ കേട്ടില്ലേ? ഇവർ എന്തൊരു അധികാരമാണ്, ഇവർ എന്തൊരു ശക്തിയാണ്. അതെവിടുന്നാണ് വരണത്? അധികാരിയത എവിടുന്നാണ് വരണത്? അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ്. അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് റോമ 1:16. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. പറഞ്ഞ്, ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ലോകത്ത് പലതരം ശക്തിയുണ്ടല്ലേ? പാർട്ടിയുടെ ശക്തിയില്ലേ? ഇപ്പോൾ പാർട്ടിയുടെ അകത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ നോക്കിയാൽ തൊഴുത്തിൻ്റെ അകത്ത് തന്നെ കുത്തുന്നത് കാണിക്കാം, പാർട്ടിയുടെ അകത്ത് തന്നെ നയിക്കുന്നത് കാണാം. അപ്പോൾ അതിൽ ശൈഥില്യം വരണതാണ്. എന്ത് വരണത്? ഇങ്ങനെ സിസ്റ്റം എങ്ങനെയാണ്? ഈ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇത് തുടങ്ങിയ ആൾക്കാർ തന്നെ പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയർ ഉണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ടൈം കഴിയുമ്പോൾ അകത്തുള്ള ഫെയിലിയർ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആയി പോണത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതുപോലെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു രീതിയിലൊരു സെക്കൻഡ് കമ്മിങ് ഇങ്ങനെ വരും. എല്ലാ സിസ്റ്റത്തിനും ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടാവും. അകത്ത് തന്നെ ശൈഥില്യം ആരംഭിക്കും. സഭയ്ക്കും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും. വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ്. ശൈഥില്യം അകത്തും തന്നെ ഉണ്ടാകും. ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ച് പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടാണ് ഈ അഡ്ഹേസീവ് പവർ, ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക. അല്ല, അഡ്ഹേസീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അത് ദൈവസ്നേഹമാണ് ശരിക്കും. ഉടമ്പടി ഉള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ഇങ്ങനെ ശൈഥില്യം സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ്, അല്ലെങ്കിൽ വസ്തുസ്നേഹമാണ്. ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ IELTS, നിങ്ങളുടെ PR, നിങ്ങളുടെ കാനഡ, നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ വസ്തു വിൽപ്പന, അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹമെന്ന് പറയും. അവിടെ വ്യക്തിസ്നേഹമില്ല. നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പടിയുടെ കാലമെല്ലാം ആൾക്കാർ വസ്തുസ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത്. അതിനകത്ത് വ്യക്തിസ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ ചേർന്ന് നിൽക്കുക, ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന് ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത, ചിതറി നിൽക്കുന്നത് അവിശ്വസ്തത എന്ന് പറയും. അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്ഹേസീവ് പവർ എന്താണ്? അത് വ്യക്തിസ്നേഹമാണ്. ആരോട്? ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം. എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ പറയണം, ദൈവത്തെ സ്നേഹിക്കാൻ. ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്വത്തോടെ. ഇപ്പോൾ പേരൻറ്ഹുഡ് പല രീതിയിലില്ലേ? പേരൻറ്ഹുഡ്, ഒരു കുഞ്ഞ് വളർന്നു വരുന്ന മുമ്പ് തന്നെ അടുത്തത് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദിത്തരമായ ജന്മമാണത്. ഒരു കുഞ്ഞ് വളർന്നാലും മുലകുടി മാറുന്ന 5-3 മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിന് ഇറസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെയാണ് വീണ്ടും മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണമെങ്കിൽ എങ്കിൽ പുറത്തുള്ള ആൾക്കാർ അതിനെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് 2 കൊല്ലമൊക്കെ മുലകുടി കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ബോധപൂർവ്വം അപ്പം നമ്മളിതിന് ഈ ഉടമ്പടിയിൽ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ റെസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല. നമ്മളിങ്ങനെ അപ്പോൾ റെസ്പോൺസിബിൾ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും. ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷാ കുഞ്ഞുമോൻ. ഞാൻ കോതമംഗലം നെല്ലിക്കുഴി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 22-ാം തീയതിയാണ്. അന്ന് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് മക്കളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് 2 തവണ ഇവിടെ ആരാധനയ്ക്ക് വന്നെങ്കിലും അപ്പോഴേക്കും കൊറോണ വന്ന് മൊത്തം അടച്ചുപോയി. ഞാൻ ഉടമ്പടി ഉഴപ്പി. എങ്കിൽ കൂടി ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് ചേട്ടൻ്റെ ഈ കൈക്കുഴയ്ക്കൊരു വേദനയുണ്ടായിരുന്നു. വേദന എന്ന് വെച്ചാൽ ഒരു 5-6 വർഷമായിട്ട് എല്ലാ വർഷവും കൈക്കുഴയുടെ ഇടയിൽ കൂടി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. 2000 രൂപയുടെ അടുത്ത് വരും ആ ഇഞ്ചക്ഷന്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്താലാണ് എല്ലാ വർഷവും എടുത്താലാണ് അത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ മേസമ്പണിയാണ്, അതുകൊണ്ട് തന്നെ ഈ വേദന എപ്പോഴും വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ചേട്ടനാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ വീട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ വേദന തുടങ്ങി, കൂടുതലായി, രാത്രി ഒത്തിരി കൂടുതലായി. അപ്പോൾ ഈ ഉടമ്പടി തൈലം കയ്യിലിരുന്നപ്പോൾ ഞാൻ വേഗം പോയി ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആൾ പള്ളിയിൽ പോയി. ഞാനിത് മാറിയോ എന്ന് ചോദിച്ചില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ ആ വേദന മാറിയോ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുമില്ല. അതുപോലെ എനിക്ക് കുഞ്ഞുനാൾ തുടങ്ങി മുട്ടുവേദന ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. ആദ്യമൊക്കെ ചെറുതായിട്ടായിരുന്നു, പ്രായം കൂടുന്നതനുസരിച്ച് മുട്ടുവേദന കൂടിക്കൂടി വന്നു. നീര് വയ്ക്കും, മന്ത് പിടിച്ച പോലെ കാല് നീര് വയ്ക്കും. അപ്പോൾ പോയി ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ പിന്നീട് അത് മാറുകയുള്ളായിരുന്നു. അതും ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും തുടങ്ങി. അപ്പോൾ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇപ്പോൾ ഈ 4 വർഷമായിട്ട് എനിക്ക് മുട്ടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ലാസ്റ്റ് 2020 ലാസ്റ്റിൽ ഞാനിവിടെ ആരാധന കൂടാൻ വന്നപ്പോൾ ചേട്ടൻ്റെ ഈ കഴുത്തിന് ചുറ്റും ചെറിയ ചെറിയ കുരുക്കൾ വരുമായിരുന്നു. വന്നിട്ട് പഴുത്ത് ചൊറിച്ചിലും വേദനയായിരുന്നു. അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേ ചേട്ടന് ഈ അസുഖമുണ്ട്. അതിക്കൊക്കെ ഒത്തിരി മുമ്പ് തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഇടുക്കിൽ തുടകളിൽ വരാൻ തുടങ്ങി. കഴുത്തിൽ പയ്യെ കുറഞ്ഞു, പക്ഷേ കാലിൻ്റെ ഇടുക്കിൽ ഇതുപോലെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ആരാധനയ്ക്ക് വന്ന സമയത്ത് ചേട്ടൻ്റെ ഒത്തിരി കൂടുതലായിരുന്നു. എങ്കിലും ഞങ്ങളിവിടെ വന്നു ആരാധനയിൽ പ്രാർത്ഥിച്ചപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ചെറിയ കുരുക്കൾ വന്ന് പഴുത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്, അത് സുഖപ്പെടുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ചേട്ടന് ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചതായിരുന്നു. 10 ദിവസം മരുന്ന് തരും, കഴിക്കും, കുറയും, വീണ്ടും തുടങ്ങും, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി കൂടി. അന്നും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കോതമംഗലം ബസോലിസിൽ പോയി കണ്ടു. 10 ദിവസം മരുന്ന് കൊടുത്തു, കുറഞ്ഞു. പക്ഷേ അതിന് ശേഷം ഇതുവരെ ഈ 4 വർഷമായിട്ട് അതുണ്ടായിട്ടില്ല. വല്ലപ്പോഴും ഓരോന്ന് വരുന്നുണ്ട്, അല്ലാണ്ട് കാര്യമായിട്ട് അതുണ്ടായിട്ടില്ല. അതിന് ശേഷം ഞാനിപ്പോൾ വന്ന് ഉടമ്പടി പുതുക്കാനുള്ള കാരണം, എൻ്റെ മോന് BCom കഴിഞ്ഞ് സൈബർ ഫോറൻസിക് പഠിച്ചു, പൈത്തൺ അങ്ങനെ ഒത്തിരി പഠിച്ചെങ്കിലും അവന് ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അവൻ പാസ്സാകുന്നുണ്ട്. പക്ഷേ വിളിക്കാമെന്ന് പറഞ്ഞ് വിടും, പിന്നെ വിളിക്കില്ല. അങ്ങനെ പല തവണയായി. പിന്നെ പുറത്തു പോകാൻ വേണ്ടി നോക്കി, അതും നടക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടും അതിൻ്റെ കാര്യത്തിലൊരു പകുതിയോളം നിൽക്കുന്നു, അതായിരുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. അത് ചേട്ടന് ഒരു 2 വർഷം മുമ്പ് ഒരു മഴയത്ത് തെന്നി വീണ് ഈ കഴുത്തിൻ്റെ ഇവിടം കൊണ്ട് വേദന വന്നു. അപ്പോൾ MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണം, നട്ടെല്ലിൻ്റെ ഇവിടം കൊണ്ടുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള ഞരമ്പ് കയറിയിരിക്കുവാണ്, 1.5 ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾ വേറൊരു ഡോക്ടറെ കൂടി കാണാമെന്ന് വെച്ചു. ആലുവയിൽ ഒരു ഡോക്ടറെ വന്ന് കണ്ടു.
കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് നട്ടെല്ലായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, പക്ഷെ പണിയൊന്നും ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ മുകളിലോട്ട് കൈ പൊക്കി പണിതാൽ ഈ വേദന വരുമെന്ന് പറഞ്ഞു. ചേട്ടൻ കോൺട്രാക്റ്റ് എടുത്താണ് പണിയുന്നതെങ്കിലും ചേട്ടൻ പണിയാറുണ്ട്. പക്ഷേ ഈ കൂലിപ്പണിക്കാർക്ക് പണിക്ക് പോകാതിരിക്കാൻ പറ്റുമല്ലോ, എങ്കിലും ചേട്ടൻ പോയി പണിയും. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എല്ലാ ദിവസവും ഓയിൻമെൻറ്റ് തേച്ച് ചൂട് പിടിച്ചാണ് കിടന്നുറങ്ങണേ. മരുന്നൊന്നും ഇല്ല ഇതിന്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്നും ഉടമ്പടിയിൽ വെച്ചില്ല എന്ന് വെച്ചാൽ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ വെക്കാനുണ്ടായിരുന്നു, ഞാൻ വെച്ചില്ല. എന്നിട്ട് ചേട്ടൻ ഇതുപോലെ വേദന കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാഴ്ച തൈലം തേച്ച് കൊടുത്തു. സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പം തൈലം ഒരാഴ്ച തേച്ച് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടനും പറഞ്ഞില്ല, ഞാനും മറന്നുപോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പണിതപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്തോർത്താ ഇത് പണിയിരുന്ന് പറഞ്ഞേക്കണേ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ചേട്ടനിപ്പോൾ ഈ വേദന ഇല്ലേ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടി എനിക്കിപ്പോൾ ഇത്രയും നാളായിട്ട് എനിക്ക് ആ വേദനയില്ല, ഞാൻ നിറയെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പണി കുറവായിട്ട് ആൾ കരിങ്കല്ല് പണിക്ക് വരെ പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആ വേദന പിന്നീട് ഒരിക്കലും ചേട്ടന് വന്നിട്ടില്ല. പിന്നെ ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 10-20 വർഷമായിട്ട് അലർജി തുമ്മലുണ്ടായിരുന്നു. തുമ്മലെന്ന് പറഞ്ഞാൽ തുമ്മി തൊണ്ട പൊട്ടും. എനിക്ക് പൊതുവേ മരുന്നൊക്കെ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്, എങ്കിലും കുറേ ഹോസ്പിറ്റലിൽ പോയി നോക്കി മാറുന്നില്ല. പിന്നെ ഒരു ചെറിയ ഗുളിക മേടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല തുമ്മൽ വരുമ്പോൾ മാത്രം ഞാൻ ആ ഗുളിക എടുത്ത് കഴിക്കും. അത് തീരെ പറ്റില്ലാണ്ടാകുമ്പോഴാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ 2 ദിവസം മാറും, വീണ്ടും തുടങ്ങും. അടുക്കളയിൽ കയറി കറികൾ താളിക്കാനോ മുളക് പൊടി എടുക്കാനോ മല്ലിപ്പൊടി എടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ തുമ്മൽ തുടങ്ങും. അടുക്കളയിൽ തുമ്മൽ തുടങ്ങുമ്പോൾ ഓടി പുറത്ത് പോയി തുമ്മി വായും മുഖം കഴുകി വന്ന് വീണ്ടും ചെയ്ത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിലും നല്ലത് ചത്താൽ മതിയായിരുന്നു എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിത് മാറാൻ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ കസിൻസിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ അറിയുന്നവർക്ക് വേണ്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്ന്, ഒരു ദിവസം പെസഹ വേഴത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് 4 മണിക്കായിരുന്നു കുർബാന. ഞാനപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ആയപ്പോൾ കുളിച്ചിട്ട് പള്ളിയിൽ പോകണം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കിടന്നു. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല, കിടന്നേ ഉള്ളൂ. ഇങ്ങനെ കണ്ണടച്ചപ്പം, ആഷാ കുഞ്ഞുമോൻ, നീ മറ്റുള്ളവരുടെ പേരൊക്കെ പറഞ്ഞല്ലോ, നിൻ്റെ പേരെന്താ നീ പറയാത്തേ എന്ന് ചോദിച്ചു. ഞാൻ കാണുന്നുണ്ട്, ഇത്രയും ഭാഗം മാത്രം ഞാൻ കാണുന്നുണ്ട്. അമ്മ മാതാവായിരുന്നു അത്. അപ്പം ഞാൻ കണ്ണടച്ചിട്ട് കിടന്നിട്ട് വെച്ച് എൻ്റെ പേര് കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രം ചിരിച്ചു. അപ്പോഴാണ് എനിക്ക് അമ്മ മാതാവാന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയത്. ഞാൻ ചാടി എണീറ്റിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ ഞാൻ എവിടെയാ അമ്മ എൻ്റെ പേര് കൊടുക്കാത്തേ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഒരു അനക്കമില്ല. ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഈശോപ്പാടെ രൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈശോപ്പ അമ്മ മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ബോധ്യം തന്നു. നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാറില്ലല്ലോ, അതാണ് ബോധ്യം അങ്ങനെ തന്നേന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓർക്കണേ, എൻ്റെ തുമ്മൽ പൂർണ്ണമായിട്ടും അമ്മ മാറ്റിയിരുന്നു. ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നീട് ഞാനിങ്ങനെ എപ്പോഴും എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഇന്ന കാര്യം സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിക്കുവാണ്, നിൻ്റെ തുമ്മൽ മാറിയത് നീ സാക്ഷ്യം പറയുന്നില്ലേ എന്ന്. അപ്പം ഞാനും ചോദിച്ചു, എൻ്റെ തുമ്മൽ മാറിയോ? അപ്പോഴാണ് ഞാൻ പോലും അത് ശ്രദ്ധിക്കുന്നത്, എൻ്റെ തുമ്മൽ മാറിപ്പോയി. പിന്നെ 2020 ഞാൻ നിയോഗം വെച്ചപ്പോൾ എൻ്റെ ആങ്ങളയ്ക്ക് 10-30 വർഷമായിട്ട് നട്ടെല്ല് വേദനയുണ്ട്. അപ്പോൾ അവനെ ഒത്തിരി ക്ഷീണിച്ചിരിക്കണോണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ കാലിലോട്ട് വേദന ഇറങ്ങിയിട്ട് വലിച്ച് അവൻ നടക്കുകയുള്ളൂ. എപ്പോഴും തന്നെ അത് ഉണ്ടാവുമായിരുന്നു. പക്ഷേ അവൻ മരുന്നൊക്കെ ഒത്തിരി കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു. ഞാനത് നിയോഗം വെച്ചിരുന്നു 2020. പിന്നെ ഉഴപ്പി അതങ്ങനെ പോയി. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ആ വേദന മാറി. അത് ഞാൻ ഈ 2 ആഴ്ച മുമ്പാണ് അറിയണേ. അവൻ ഹൈ റേഞ്ചിലാണ്, മറയൂരാണ്. അവനെ വിളിച്ചപ്പോഴാണ് അവൻ പറയണത്, ചേച്ചി എൻ്റെ നടുവേദന ഇപ്പോൾ കുറേ ദിവസമായി, 2-3 മാസമായിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിയോഗം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം നടന്നു കിട്ടി. തിരുക്കുടുംബ പ്രതിഷ്ഠയുടെ അന്ന് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പിൽ തിരുഹൃദയം തെളിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചില്ല് കണ്ണാടി കൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ വെട്ടത്തടിക്കും അതുപോലെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നു 2 ഇതായിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അതേ ഇത് നോക്കിയാൽ അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ മൊബൈലെടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി, ഫോട്ടോയിൽ കിട്ടുന്നില്ല.
അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ തന്നെ ഇവർ എപ്പോഴും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെയും റോസാപ്പൂവിൻ്റെയും മണം എപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഇവർ അപ്പനും ചേട്ടൻ അത്രയും പറയില്ല, മക്കൾ പറയും അമ്മച്ചിക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭ്രാന്തായി എന്നാണ് തോന്നണേ, ഞങ്ങൾക്കൊന്നും ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് അമ്മ ഇത് ഞാൻ മാത്രം കണ്ട ഇത് ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇവരെയും കൂടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ചേട്ടനെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ രണ്ടാമത് നോക്കിയപ്പോൾ ചേട്ടൻ കണ്ടു. പക്ഷെ മക്കൾക്ക് കാണാൻ പറ്റിയില്ല, ചേട്ടന് കാണാൻ പറ്റി. അങ്ങനെ വിശ്വസിച്ചു. പിന്നീട് ഞങ്ങളുടെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും നിയോഗത്തിൽ വെച്ച കാര്യങ്ങളേ അല്ല, ഞാൻ വീട് വിൽക്കാൻ നോക്കി. ഞങ്ങളല്ല, ചേട്ടൻ, ഞങ്ങൾക്ക് ഇച്ചിരി കടമുണ്ട്, കൊച്ചിന് പുറത്തു പോകാനായിട്ട് ഞങ്ങൾ പൈസ പലിശയ്ക്ക് എടുത്ത് അടച്ചേക്കുവാണ്. അപ്പോൾ വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ വീട് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. നല്ല രീതിക്കുള്ള എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒത്ത വീടായിരുന്നു, വിൽക്കാൻ താല്പര്യമില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞു കടവാടി, നമുക്ക് നിക്കക്കള്ളി ഇല്ലാണ്ടായി എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ പറയും അമ്മ എനിക്ക് താല്പര്യമില്ല, പിന്നെ വേണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ചേട്ടൻ പറയും അവർ സമാധാനമില്ല, പണിയും കുറവാണ്, അങ്ങനെ പറയും. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, ചേട്ടൻ നിങ്ങളുടെ കടവാന്നാണ് പറയണം, വിറ്റേക്കാമേ, അമ്മ തന്നെ എന്നിട്ട് വേറെ നല്ലത് നോക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച 5:30 ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റപ്പോൾ ഒരു ചെറിയ ഹാളിലാണ് രൂപം ഇരിക്കണേ, അവിടെ നിന്ന് എണീറ്റ് വലിയ ഹാളിലോട്ട് വന്നപ്പോൾ ചന്ദനത്തിരിയുടെയും പെർഫ്യൂമിൻ്റെയും പോലത്തെ ഒരു നല്ല സുഗന്ധം വന്നിട്ട് എൻ്റെ വന്നിങ്ങനെ മണം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അമ്മ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വേഗം എന്നെ വന്ന് ആ സുഗന്ധം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു, നന്നായിട്ട് ഞാൻ പേടിച്ചു. പെട്ടെന്ന് ഇങ്ങനെ എന്നെ വന്ന് പൊതിഞ്ഞു, എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പേടിച്ചപ്പോൾ അമ്മയാണ് എന്നുള്ളൊരു ബോധ്യം പെട്ടെന്ന് എനിക്ക് തന്നു. അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ പേടി മാറിപ്പോയി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒരിക്കൽ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് ഞങ്ങൾ വാങ്ങിക്കോളാം, കടം തീർക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ തരാം, ബാക്കി പൈസ ഇടയ്ക്ക് തരാം, എന്നിട്ട് നിങ്ങൾ 1 വർഷം നിങ്ങൾ അവിടെ തന്നെ കിടന്നോ, വാടകയൊന്നും തരണ്ട, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാറിയാൽ മതിയെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഒരു ഇക്ക വന്ന് ഇങ്ങനെ പറഞ്ഞുകൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ അറിയണ ഇക്കയാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് അമ്മ മാതാവ് ഇടപെട്ടേക്കടിയാണ്, സമ്മതിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി 9:30 ആയപ്പോൾ ആ ഇക്കായ്ക്ക് ഒരു കടയാണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കാതെ എല്ലാം റെഡിയായി. ഇന്നലെ ഞങ്ങൾ അഡ്വാൻസ് വാങ്ങി. പിന്നെ എൻ്റെ മോന് ഒരു പനി വന്നു. അവൻ എറണാകുളത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കുമായിരുന്നു. പഠിച്ചിട്ട് അവൻ അവിടെ നിന്ന് പനി കിട്ടി. വന്ന് 2-3 ദിവസമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. പണിയില്ലാത്ത സമയമാണ്. 1000-1500 രൂപ ഇതൊക്കെ ആശുപത്രിയിലായി. പിന്നെയും പനി കുറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം ചേട്ടൻ പഠിക്കുവാൻ ഇറങ്ങിയപ്പോൾ കൊച്ചിന് നല്ല പനി, 21 വയസ്സുണ്ട് അവന്. അപ്പം ഞാൻ വേഗം ചേട്ടനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, ചേട്ടൻ പൊക്കോ, ഉച്ചയ്ക്ക് വരുമ്പോൾ കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വിട്ടിട്ട് ഞാൻ തൈലം എടുത്ത് കൊച്ചിൻ്റെ നെറ്റിയിലും നെഞ്ചത്തും ഒക്കെ നമ്മൾ വിക്സ് പുരട്ടണ പോലെ പുരട്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ യൂട്യൂബിൽ ധ്യാനവും സാക്ഷിയൊക്കെ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ ഓണാക്കിയപ്പോൾ തന്നെ ഒരു പഴയ ആരാധന അച്ഛൻ്റെ വന്നു. ഞാൻ ആ ആരാധന അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൊച്ചിന് ഒരു തുള്ളി പനിയും ഒന്നുമില്ല. അവൻ പറഞ്ഞു എൻ്റെ പനിയൊക്കെ പെട്ടെന്ന് പോയ പോലെ തോന്നി അമ്മച്ചി എന്നും പറഞ്ഞ് അവൻ എണീറ്റ് വന്നു. അതുപോലെ കഴിഞ്ഞ ഏപ്രിൽ അവസാനമായപ്പോഴും എനിക്ക് പനി പിടിച്ചു. ഇവൻ്റെ പനി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചപ്പോൾ എനിക്ക് പൊതുവെ ആശുപത്രി ഇപ്പം മടിയുള്ള കൂട്ടത്തിലാണ്, മരുന്ന് കഴിക്കാനും മടിയാണ്. പിന്നെ പൈസയില്ല, ഒന്നാമത്തെ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ആശുപത്രിയിൽ പോകില്ല, ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കിടന്നു, എനിക്ക് പനി മാറുന്നില്ല. ഇവർ എന്നെ ആശുപത്രിയിൽ പോകാൻ വാന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു. രാത്രിയായപ്പോൾ പനി കൂടുതലായി. ഞാൻ ഇവരോടൊന്നും പറയുന്നില്ല. എനിക്ക് വയറുവേദന തുടങ്ങി. വയറുവേദന എന്ന് പറഞ്ഞാൽ പ്രസവ വേദന വരണ പോലെ വിട്ട് എനിക്ക് എണീറ്റ് ഓടാൻ തോന്നും ആ പെരക്കകത്തൂടി. അപ്പോൾ എനിക്ക് തോന്നിപ്പിക്കുന്നുണ്ട് ആശുപത്രി പോ. ഞാൻ പറഞ്ഞു ഞാൻ പോകൂല, ഇത്ര പവർഫുള്ളായിട്ടുള്ള അപ്പനും അമ്മയും എനിക്കുണ്ടായിട്ട് ഇല്ലാത്ത പൈസ കടം മേടിച്ച് ഞാൻ ആശുപത്രി പോകൂല. ഞാൻ വാശി പിടിച്ചു കിടപ്പോൾ വയറുവേദന വന്നിട്ട് ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ തൈലവും തേനും കൊണ്ടുവരാൻ പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി തേനും കഴിച്ചു, തൈലവും കഴിച്ചു. വീണ്ടും വേദന, 2 തവണ കൂടെ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലും നല്ലത് അമ്മയ്ക്ക് എല്ലാം കൂടെ കൊല്ലാൻ പാടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം തന്നെ ആ വേദന മാറി. പിന്നെ 1 തവണ കൂടെ വന്നു, എന്നിട്ട് ആ വേദന മാറി. അപ്പം തന്നെ പിന്നെ മാറി. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ പിറ്റേ ദിവസം 3 ദിവസം എന്നെ ഉറക്കിയില്ല അമ്മ. എൻ്റെ വാശിയുടെ ആയിരിക്കും. എന്നോട് അമ്മ പറഞ്ഞു നീ എന്നെ അവിശ്വസിച്ചില്ലേ എന്ന് ചോദിച്ചു. അത് 1-2 അല്ല 3 ദിവസം പകലും രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ
ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ ഇങ്ങനെ കണ്ണടച്ച് വരുമ്പോൾ ഞെട്ടി എണീക്കും. ഉറങ്ങാൻ വരുന്നില്ല. ഞാൻ ഓർത്ത് എത്ര ഉറക്കം വന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും മനുഷ്യൻ ഉറങ്ങും. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. 3-ാമത്തെ ദിവസം, അതായത് മെയ് 4-ാം തീയതി എൻ്റെ ആങ്ങളയുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന. എനിക്ക് മറയൂർക്ക് പോകണം. 4-4.5 മണിക്കൂർ യാത്രയുണ്ട് വണ്ടിയിൽ. 3-ാം തീയതി ഞങ്ങൾക്ക് പോകണം. 2-ാം തീയതി രാത്രിയായപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് 3-ാമത്തെ ദിവസം, ഇന്ന് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഇത്രയും ദൂരം വണ്ടി യാത്ര ചെയ്ത് എനിക്ക് പോകാൻ പറ്റൂല കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. 1:30 എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉപ്പ് കൊണ്ടുവന്ന് തലയാണിയുടെ അടിയിൽ വെതറിയിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് മറയൂർക്ക് പോകാൻ പറ്റില്ല. ഈ കോലത്തിൽ ഉറക്കവും തൂങ്ങി അവിടം വരെ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റൂല അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞാൻ ഉറങ്ങി. പിന്നെ ഇവിടുന്ന് പത്രം ആദ്യത്തെ ദിവസം കൊണ്ടുപോയപ്പം 3 കെട്ട് പത്രം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പത്രമായിട്ട് ഞാൻ കോതമംഗലം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഒരാളൊഴിച്ച് വേറെ ആരും വാങ്ങിയില്ല. പിന്നെ അവരോടൊക്കെ ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇത്രയും വ്യക്തമായിട്ട് ആരും കൃപാസന അമ്മേനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി ചേച്ചിമാർ ഞാൻ പറയുന്നതൊക്കെ വന്ന് കേൾക്കുകയും ഒത്തിരി വരാനായിട്ടൊക്കെ റെഡിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ടൗണിലൊക്കെ ഞാൻ പോയി, പള്ളിത്താഴത്ത് പോയി. അവിടെയൊക്കെ നിറയെ ആൾക്കാർ. ഒരു മനുഷ്യൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. ഒരു മനുഷ്യനെന്നല്ല, 3 കെട്ട് പത്രത്തിൽ നിന്ന് 3 പത്രം മേടിച്ചു. ബാക്കി പത്രം ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പത്രം കൊടുക്കാനൊന്നും എനിക്കൊരു നാണക്കേടുമില്ല, ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയത്. ആരും വാങ്ങിയില്ല. നല്ല നട്ടുച്ച നേരവുമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് കയറി അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചിൻ്റെ കൂടെ പോയേ. കരഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ റൂമിൽ കയറി കഥ കടച്ചിട്ട് ഞാൻ കുറേ അങ്ങോട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് വേണ്ടാത്തവളായിപ്പോയ ഞാൻ. ഈ പത്രം പട്ടി കൊണ്ട് നടക്കണ പോലെ റോട്ടിൽ കൊണ്ട് നടന്നിട്ട് ഒരു മനുഷ്യൻ മേടിച്ചില്ലല്ലോ ഈശോപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ ബൈബിൾ വാക്കിയെടുത്ത് ആ കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഏത് ബുക്കാണ് ഏത് വാചകമാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. കർത്താവ് നിൻ്റെ വലതുവശത്തുണ്ട് എന്നെനിക്ക് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ടാണ് ഞാൻ പട്ടി ചന്തയ്ക്ക് പോയ പോലെ പോയിട്ട് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ക്ഷീണം കാരണം കയറി കിടന്ന് ഉറങ്ങിപ്പോയി. കിടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഈശോപ്പ എന്നോട് ക്ഷമിച്ചേരേട്ടാ. ആ നേരത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിച്ചേരേട്ടാന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് മോൻ വന്ന് കഥക് മുട്ടിയിട്ട് പറഞ്ഞു, അമ്മച്ചി എത്ര നേരമായി കിടന്ന് ഉറങ്ങണേന്ന് ചോദിച്ചു. എണീറ്റപ്പോൾ വൈകുന്നേരം 5:45. ഞാൻ എണീറ്റപ്പോൾ എൻ്റെ ചെവിയിൽ വന്ന് ആരോ പറഞ്ഞിട്ട് പോയ പോലെ, നീ എന്തിനാ വിഷമിക്കണേ, ആ പത്രം മുഴുവൻ നിനക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കും എന്ന് ആരോ പറഞ്ഞിട്ട് പോയി. അപ്പം ഞാനോർത്ത് എൻ്റെ തോന്നലായിരിക്കും. പിന്നെയും വന്നപ്പോൾ ഞാനോർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോയപ്പയാണ് പറഞ്ഞേക്കണേ. കാരണം ഒരപ്പൻ മോളോട് പറയുന്ന രീതിക്കാണ് ഇതെനിക്ക് ഫീൽ ചെയ്യണേ. ഞാൻ പറഞ്ഞു, ഈശോയും മറ്റും എന്നോട് വന്ന് പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അപ്പോൾ എൻ്റെ തോന്നലായിരിക്കും നോർത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തമാശയല്ല, ഇത് കാര്യമാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഈശോപ്പ ആർക്ക് കൊടുക്കാൻ പറ്റുമെന്നായി പറയണേ. പള്ളിയിൽ പലരും കൊണ്ടുവന്ന് വെറുതെ വെച്ചിട്ട് പോകണം ഞാൻ കാണുന്നുണ്ട്. പള്ളി ക്ലീനിങ്ങിന് പോകുമ്പോൾ ഞാൻ അവിടെ ഇരിക്കണ പത്രം എടുത്ത് റോട്ടിൽ കൂടെ പോണവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഞാൻ പത്രം ഇട്ടിട്ട് വരില്ല, അത് വീട്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ കൊണ്ട് ഇട്ടിട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ഓശാന ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച കൊടുക്കാൻ പറ്റും എന്നൊരു ബോധ്യം എനിക്ക് വന്നു. അപ്പം ഞാനോർത്ത് ശരിയാണ്, ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും കുറേ കോളേജുകളൊക്കെ ഉണ്ട്, ആ പിള്ളേരൊക്കെ വരാറുണ്ട്, കൊടുക്കാൻ പറ്റും എന്നോർത്തു. പള്ളിയിൽ പോയപ്പോൾ പള്ളിയിൽ കോളേജ് പിള്ളേരൊന്നുമില്ല, പള്ളി നിറയെ ആളുണ്ട്, ഞങ്ങളുടെ ഇടവകക്കാരുണ്ട്. കോളേജ് പിള്ളേരൊന്നുമില്ല, ലീവായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി. പക്ഷേ ആ പത്രം 3 കെട്ട് പത്രം എടുത്ത് ഇറങ്ങി നിന്നത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ക്യൂ നിൽക്കണ പോലെ വന്ന് നിന്ന് ആൾക്കാർ പത്രം വാങ്ങിക്കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഈശോപ്പ എൻ്റെ അടുത്ത് വന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. എനിക്ക് ആരോടും ഇന്നാന്നും പറഞ്ഞ കൊണ്ട് കൊടുക്കേണ്ടി വന്നില്ല. ഇങ്ങോട്ട് വന്ന് പത്രമല്ലേ തന്നേരെ, അമ്മയുടെ പത്രമല്ലേ എന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി. പിന്നെ സുഗന്ധാഭിഷേകം എനിക്കത് മിക്കവാറും കിട്ടണ റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഒക്കെ സുഗന്ധാഭിഷേകം കിട്ടും. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ആദ്യമായിട്ട് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടണം ദുഃഖ വെള്ളിയാഴ്ചയാണ്. പ്രദക്ഷിണം പോണ സമയത്ത് ഒത്തിരി ദൂരമൊന്നും പോയില്ല, ഇത്തവണ വെയിലായതുകൊണ്ടെങ്കിലും ഇറങ്ങി കുറച്ച് വരും ചെന്നപ്പോൾ നല്ല വെയിൽ. അപ്പം ഞാൻ പറയും, എന്ത് വെയിലാമ്മ, ചുമ്മാ സാധാരണ പറയണ പോലെ എന്ത് വെയിലാമ്മ ഇത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വെയിൽ മാറി. അത് നട്ടപ്പുറ വെയിലത്ത് ആ വെയിൽ മാറി. അപ്പം ഞാൻ പെട്ടെന്ന് ആകാശത്തോട് നോക്കിയപ്പോൾ സൂര്യനെ മേഘം മൂടിയേക്കുവാണ്. അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. അപ്പം പെട്ടെന്ന് എനിക്ക് നല്ല മുല്ലമുട്ട് വിരിഞ്ഞ് വരുന്ന മണം. അപ്പം ഞാനോർത്ത് ആരെങ്കിലും തലയിലുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആരെയും തലയിലില്ല. അപ്പോഴാണ് എനിക്കൊരു ബോധ്യം വന്നേ, ആ നേരത്ത് മുല്ലമുട്ട് വിരിഞ്ഞ് വരുന്ന മണം വരുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മമ്മ. പിന്നെ ആകാശം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരൊറ്റ മേഘം വേറെ ഒരിടത്തും ഇല്ല, ആ സൂര്യനെ മാത്രം മറച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുന്നവർക്ക് ദഹിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് അമ്മമാതാവിൻ്റെ അനുഗ്രഹമാണെന്ന്. പിന്നെ ഞാൻ എഴുതി കൊടുക്കാത്തൊരിതുണ്ട്, അത് ഞാൻ പറയണ്ടെന്ന് ഓർത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമം പറയണ്ടെന്ന് ഓർത്തതാണ്. പക്ഷെ അമ്മ മാതാവ് ഇത് ഇവിടെ വന്നിരുന്നപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഇപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ എന്നോട് പറയാം അത് പറയണം എന്ന് പറഞ്ഞു. കാരണം ബമ്പർ ലോട്ടറി
ഈസ്റ്ററിനാണ് വിഷുവിനാണ് ആ സമയത്ത് ചേട്ടൻ വല്ലപ്പോഴൊക്കെ ലോട്ടറി എടുക്കും. ഞാനതിനെതിരാണ്. ഞാനെപ്പോഴും പറയും ചേട്ടൻ വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കും. അപ്പോൾ അന്ന് ചേട്ടൻ പറഞ്ഞു ബമ്പർ ലോട്ടറി ഇന്ന് അടിക്കൂടാ, നമുക്ക് നമ്മുടെ കടമൊക്കെ തീരൂടാന്ന് കൊച്ചിനോട്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടൻ വേറെ പണിയൊന്നും ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും ഉച്ചകഴിഞ്ഞ് ഞാൻ വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈശോ അപ്പോൾ ആ ലോട്ടറി അടിക്കുമായിരുന്നെങ്കിൽ കടങ്ങൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 3-4 പേര് ഷെയർ കൂടിയാൽ വാങ്ങിയാക്കണേന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വഴക്കുറപ്പ് ഞാൻ പറഞ്ഞു അടിക്കുവാണെങ്കിൽ എല്ലാവരും പാവപ്പെട്ടവരാണ്, എല്ലാവരും രക്ഷപ്പെട്ടാനേന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. എനിക്ക് ഉച്ച കഴിഞ്ഞ് എപ്പോഴും ഒരു അരമണിക്കൂർ ഉറങ്ങലുള്ളതാണ്. ഞാനിപ്പോൾ കയറി കിടന്നപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ കാണിക്കുവാണ് ആദിമാതാപിതാക്കൾ ശരിക്കും ഈ ഇല കൊണ്ടുള്ള മറിച്ച ഡ്രസ്സൊക്കെ ഇട്ട് ആ മതിയായ വനം കാട്ടിൽ വലിയ കമ്പും കോലൊക്കെ ആയിട്ട് ഇങ്ങനെ കാട് വെളിച്ചെളി പോകണം. അപ്പം ഞാൻ വേഗം ചാടി എണീറ്റിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി കഷ്ടപ്പെട്ട് ജീവിക്കാനല്ലേ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ലോട്ടറി അടിച്ചു കിട്ടും അങ്ങനെ. അപ്പോൾ അമ്മ പറയണത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ തന്നെയാണ്, ലോട്ടറിയിലൊന്നും ആശ്രയിക്കേണ്ടതെന്നാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ മീഷോന്ന് ആദ്യ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സാരി എടുത്തു. ഞാൻ ഈസ്റ്ററിന് സാരി എടുത്തു. അപ്പോൾ നാത്തൂൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഒരുപോലത്തെ സാരി എടുക്കാം എന്നും പറഞ്ഞ് എടുത്തപ്പോൾ എനിക്ക് ഈ സാരി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. ആ കളർ തന്നെ നാത്തൂനും എൻ്റെ ഒരു അനിയത്തി ഉണ്ട് അവൾക്കും എടുത്തു. ഇവിടെ വന്നപ്പോൾ 2 സാരിക്ക് പകരം 4 സാരിയുടെ പൈസ അവർ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ചയക്കാൻ പറ്റില്ല. തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 കൽപ്പിച്ച് വാങ്ങിയിട്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല അതായതാന്നൊക്കെ പറഞ്ഞു. പിന്നെ മോൻ പറഞ്ഞു കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ വിട്ട് കഴിഞ്ഞെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയടുത്ത് പറയും അമ്മയുടെ മോളെ അവർ പറ്റിച്ച് പൈസ കൊണ്ടുപോയാക്കണേട്ടോ ആ ഓർമ്മ വേണം എന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ഞാനിങ്ങനെ പറയും. അങ്ങനെ പറയും. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു മെസ്സേജ് വന്നേക്കുവാണ് വാട്സപ്പിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പൈസ വാങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഉടനെ തിരിച്ചു തരാമെന്ന് പറയും. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൈസ ഇട്ട് തന്നു. അതൊന്നും വലിയ കാര്യമായിരിക്കില്ലായിരിക്കും കേൾക്കുന്നവർക്ക്, പക്ഷേ എനിക്കത് വലിയ കാര്യമാണ്. അവരങ്ങനെ അവരായിട്ട് ഇങ്ങോട്ട് ഇട്ട് തന്നു. നമ്മളൊന്നിനും പോയൊന്നുമില്ല. അവരായി ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ മറയൂർക്ക് പോയി എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ കൃപാസനമ്മയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതുവഴി ഞാനൊരു പോസ്റ്റ് ഇട്ടു. എനിക്ക് അതിന് വേണ്ടി പത്രം വാങ്ങാൻ വേണ്ടി അവിടെ നിന്ന് അത്ര ദൂരെ നിന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ 2 കെട്ട് പത്രം, തമിഴ് പത്രവും മലയാള പത്രവും മേടിച്ച് ഒരാൾ അയച്ചു തന്നു. അതൊക്കെ കൊണ്ട് അവിടങ്ങളിൽ വിതരണം ചെയ്യും. പത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ആശുപത്രികളിൽ പോകാറുണ്ട്, പോയി രോഗികളെ കാണാറുണ്ട്, പറ്റുന്ന പോലെ നമുക്കുള്ള പോലെ സഹായിക്കാറുണ്ട്. പിന്നെ ഓൺലൈൻ വഴി ആരെങ്കിലും സുഖമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം 50 രൂപ എൻ്റെ കയ്യിലുള്ളെങ്കിൽ അത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വൃദ്ധസദനത്തിൽ പോയി അമ്മമാരെ കണ്ട് സംസാരിക്കാറുണ്ട്. പിന്നെ ഓർഫണേജിൽ ഒരു തവണ പോയി കുറച്ച് പൈസ ഉണ്ടായിരുന്ന പൈസ കുറച്ച് കൊടുത്തിട്ട് വന്നു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ കാര്യം കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ പകുതി ദിവസവും മുടക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും സുഖമില്ലേ മുടക്കും. വിരുന്നുകാരെങ്കിലും വീട്ടിൽ വന്നാൽ അന്ന് പ്രാർത്ഥനയില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ. ബാക്കി എന്തും അവരെ ബൈബിള് വായിക്കണമെന്ന് ആഗ്രഹം വായിക്കാറുണ്ട് എങ്കിലും എനിക്കങ്ങനെ മനസ്സിലാവാറില്ല. പക്ഷേ ഇപ്പം ബൈബിള് വായിച്ചാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. ബൈബിള് വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഇരുന്ന് വായിക്കും ഞാൻ. പിന്നെ നേരത്തെയൊക്കെ ഇത്രയുള്ള പാരഗ്രാഫ് കുറഞ്ഞ് നോക്കിയായിരുന്നു പ്രാർത്ഥന സമയത്തൊക്കെ വായിക്കും. ഇപ്പം അങ്ങനെയല്ല, ഒരു അധ്യായം മുഴുവൻ അതെന്തോരം ഉണ്ടെങ്കിലും വായിക്കും. അതുപോലെ എന്താണെങ്കിലും ബൈബിള് വായിച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ. പ്രാർത്ഥനകൾ അതുപോലെ എല്ലാ ദിവസവും ഞങ്ങൾ 2 ദിവ്യബലിക്ക് പോകും. പിള്ളേരും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പിള്ളേരും ദിവ്യബലിക്ക് പങ്കെടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കുടുംബം തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യവും ഇപ്പം തങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഇവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം ചുരുക്കിയപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇനി പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മതി എന്നുള്ളൊരു നിലപാടിലേക്കൊരു കുടുംബം മുഴുവൻ ബോധ്യത്തോടെ മാറണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള അടയാളങ്ങളിലൂടെ ആ വിശ്വാസം സ്ഥിരീകരിക്കപ്പെടണം. അതാണ് ഉടമ്പടിയിൽ നടക്കുന്ന ആദ്യത്തെ ഒരത്ഭുതമെന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ ഒരു സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന തക്കവിധം ഒരു വിശ്വാസത്തിൻ്റെ തുറവി ഉണ്ടാകുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഒപ്പം പ്രാർത്ഥനയോടൊപ്പം ഉടമ്പടിയിൽ എപ്പോഴും നമ്മളതെപ്പോഴും വെഹമെൻ്റലി ഭയങ്കര ബോധ്യത്തിൽ പറയുന്നതാണ്. കാരണം ഇതെപ്പോഴും ചൊല്ലിത്തീർക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങളിതിനെ കരുതരുത്. ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, അതൊരു 10-20% പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സമയത്തും നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഈ ഒരു സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തീരണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത്. ഇപ്പം ഈ ചേച്ചി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ ഉണ്ടായ ഭയങ്കര ഒരു തിക്താനുഭവത്തിന് ഒരു കൺസോളിംഗ് ആയിട്ട് ഒരു ആശ്വാസം കൊടുത്തത് കൂടെയുള്ളവരൊന്നുമല്ല, സ്വപ്നത്തിൽ കർത്താവ് തന്നെയാണ് അതിന് ഒരു കൺസോലേഷൻ കൊടുത്തത്. ഇതിപ്പോൾ ഒരാളുടെ സാക്ഷ്യത്തിലെന്നല്ല, പല സാക്ഷ്യങ്ങളിലും അവർക്ക് വ്യക്തമായിട്ടൊരു ബോധ്യം നൽകുന്നത്, ഇവിടെ ഇപ്പോൾ കൂടുതൽ പത്രം കൊടുക്കുന്നവരെ നമ്മൾ ആദരിക്കുകയോ ഇൻസെക്റ്റ് അങ്ങനെ ഒന്നുമില്ല. ഇതിനെല്ലാം ബോധ്യം
അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന അനുഭവങ്ങൾ, അവർ ഈ യാത്രയ്ക്ക് ഇറങ്ങുമ്പം കർത്താവ് വടിയെടുക്കരുത്, സഞ്ചി എടുക്കരുത്, കയ്യിലൊന്നും കരുതരുതെന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലൊരു ഇതെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഒന്നുമില്ലാത്ത സമയത്ത് ആശ്രയിക്കുന്നത് ദൈവത്തെ ആയിരിക്കും. ഈ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും എന്നുള്ളത് ഒരു ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പം കർത്താവ് ശിഷ്യന്മാരോടും പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ വീട്ടിലും കയറിക്കോ, അവിടെ ചിലർ നിങ്ങളെ സ്വീകരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പം ചെരുപ്പിലെ പൊടി അവിടെ തട്ടിയിട്ട് പോരുക, നിങ്ങളവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, എല്ലാ വീട്ടിലും പോകണം എന്നുള്ളത് കൽപ്പനയാണ്, എല്ലായിടത്തും ചെല്ലണം എന്നുള്ളത് കൽപ്പനയാണ്. അവർ സ്വീകരിക്കുകയില്ല എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ്. സ്വീകരിച്ചില്ലെങ്കിൽ സന്തോഷത്തോടെ നിങ്ങളുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കർത്താവിൻ്റെ നിലപാട്. അതൊന്നും ഇന്നും ദൈവം അത് പറയുന്നുണ്ട്. സുവിശേഷം എല്ലാവരോടും പറയണം, അത് സ്വീകരിക്കും. അപ്പോൾ കർത്താവ് ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോലും ആൾക്കാർ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതത്തിൻ്റെയും നിരാശപ്പെടേണ്ടയും കാര്യമില്ല. പക്ഷേ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരോടൊപ്പം 16:20 മാർക്കോസിൻ്റെ 16:20 പറയുന്നത് വ്യക്തമായിട്ട് അടയാളങ്ങൾ ലഭിക്കും. അത് ഈ മകളുടെ ഈ ഒരു ചേച്ചിയുടെ സാക്ഷ്യത്തിൽ, സഹോദര സാക്ഷ്യത്തിൽ അത് സ്വപ്നമാണെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അത് ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് വാഗ്ദാനം. ഇതിനെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെ കൂടുതൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.